ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റ് അല്ലേ, നമ്മുടെ ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിലാണ്. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം ബോട്ടുകൾ കാണാൻ കിടക്കുന്നതാണ് ഹൗസ് ബോട്ട്സ്. ഇതൊരു വെറൈറ്റി സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വർക്കിന് വന്നാണെങ്കിലും ഞാൻ ചോദിച്ചു ഞാനൊരു വീഡിയോ ഒന്ന് പുറത്ത് വിട്ടോട്ടെ എന്ന് വെച്ചു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കണം. കോൺവെക്കേഷൻ കുറേ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഹൗസ് ബോട്ടിൽ കോൺവെക്കേഷൻ വെച്ചേക്കണത്. അത് എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണം? ശരിക്കും ഹൗസ് ബോട്ടിൽ നമ്മൾ ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നാൽ എല്ലാവരും ഭയങ്കര ധൃതിയുള്ള. അയ്യോ അതൊരു രസമുണ്ടായി. ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പറഞ്ഞേ അവരിറങ്ങി ഇപ്പോൾ ഫോട്ടോ എടുക്കാനും മറ്റേ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇട്ട് കഴിയുമ്പോൾ പോയി കളയും. ഇതാകുമ്പോൾ എങ്ങും പോകില്ല, വെള്ളത്തിൽ നിന്ന് ഇറങ്ങാണ്ട് വേറെ വഴിയില്ല. അതേപോലെ തന്നെ എല്ലാവർക്കും ഫോട്ടോഗ്രാഫി കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് എടുത്ത് അവർക്ക് അതിൻ്റെ ടൈമിൽ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലേക്ക് വന്നത്. പക്ഷേ വളരെ സക്സസ് ആയിരുന്നു, വളരെ ഗംഭീരമായിരുന്നു. എന്തായാലും നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. വൈദ്യനാണ് എൻ്റെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞ് ഇന്ന് എന്തൊക്കെ ഇത് കഴിഞ്ഞവരുടെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ കൈറോപ്രാക്ടിൻ്റെ ഡിപ്ലോമ ഹോൾഡേഴ്സിൻ്റെ കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ കൈറോപ്രാക്ടിൽ പി എച്ച് ഡി എടുത്ത കുട്ടികളുടെ കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു. ശ്രീലങ്കൻ ഇൻ്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ PhD എടുത്തവരുടെ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനായിരുന്നു നമ്മുടെ ഇവിടെ വെച്ച് നടന്നത്. അതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ TSSR കൗൺസിലിൻ്റെ ചെയർമാനും അതേപോലെ തന്നെ നമ്മുടെ സ്കെൽക്യൂറിൻ്റെ ചെയർമാൻ സീന മാം, അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു സാറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ TSSR കൗൺസിലിൻ്റെ ബോർഡ് മെമ്പറുമാണ്, വേദഗുരുവിൻ്റെ ഫൗണ്ടറുമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ എല്ലാം PhD ഞങ്ങൾക്കെല്ലാം കറക്റ്റ് ചെയ്ത് തരുന്ന, ഞങ്ങൾക്കെല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഡോക്ടർ സാബിർ സാറും മധുരയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വളരെ ഭംഗിയായിട്ട് ഇവിടെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയത്. എന്തായാലും സന്തോഷം. ബാക്കി വിശേഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വൈദ്യം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ടേ. ഞങ്ങൾ ഇൻട്രോ എടുക്കണേ ലാസ്റ്റാണ്. കാരണം എനിക്കറിയില്ലായിരുന്നു ഇമാതിരി ഒരു സെറ്റപ്പാണ്. ഞാൻ ചോദിച്ചു വർക്കിന് വന്നിട്ട് ഈ മറ്റേ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഇട്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഇട്ടോ. പിന്നെ എനിക്കൊന്നും നോക്കണ്ടായില്ല. അതാണ് ഇൻട്രോ ഞങ്ങൾ ലാസ്റ്റ് എടുക്കണത്. ഇനി നിങ്ങൾ ആ വിശേഷങ്ങളൊന്നും കണ്ടിട്ടോ അല്ലേ? പുതിയ ഐഡിയാസ് അല്ലേ, ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോണെയാണ്. നമുക്കുള്ള ബോട്ടാണ് തന്നെ. ബോട്ട് എന്ന് പറഞ്ഞാൽ പോരട്ടെ, കാരണം അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട്. ഒരു കപ്പലിൻ്റെ വലിപ്പമുണ്ടെന്ന് പറയാം. കാരണം അത്രയും ഹെവി സെറ്റപ്പാണ്. കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. കാരണം അത്രയും ബോട്ടില്ലാത്ത ഏരിയ കൊണ്ടുവന്നിട്ടാണ് അടുപ്പിക്കണം. കാരണം അവിടെ ഒരു 3 ബോട്ടിനുള്ള സ്ഥലം വേണമെന്ന് തോന്നുന്നു അതിൻ്റെ വലിപ്പം കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളും ബോട്ടിൽ കയറിയിട്ടാണ് ഇത് കയറാനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. ഞങ്ങളും കയറാൻ പണിയാണ്. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിൻ്റെ വിഷ്വൽ എടുത്തിട്ട് കയറുന്നല്ല, നമുക്ക് അതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ പുറത്തുനിന്നുള്ളൊരു വിഷ്വൽ കിട്ടാൻ പണിയാണ്. പ്രത്യേകിച്ച് വലിയ ബോട്ടുമാണ്, അത് എവിടെ കൊണ്ട് അടുപ്പിക്കാൻ പണിയായിരിക്കും. അപ്പോൾ യാത്ര ആരംഭിച്ചു. നമ്മൾ ആ സൈഡിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാണ്. എന്തോരം ഹൗസ് ബോട്ട്സാണെന്നത്. ആ ബാക്കിൽ കാണുന്ന ബിൽഡിങ് റമദയുടെയാണ്. മൊത്തം ഹൗസ് ബോട്ടുകളാണ് ഈ കായലിൽ. അയ്യോ, ഒരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നത്. അതുപോലെ ഇന്നിപ്പോൾ കോൺവെക്കേഷൻ സെറമണിയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള മെമ്മൻറ്റോസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും കൂടി ഓടിച്ചിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. അവരുടെ മെയിൻ ഫംഗ്ഷൻ അതാണല്ലോ. അതുപോലെ ചെറിയ ബോട്ടും ഉണ്ട്, അതുപോലെ തന്നെ വലുതും ഉണ്ട് കേട്ടോ. നമ്മുടെ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. അത്യാവശ്യം ഹെവി സെറ്റപ്പാണ് ഇത് വലിപ്പം വെച്ച്. നമ്മളിപ്പോൾ കയറിയേക്കണ ബോട്ട് മിക്കതും തന്നെ AC ആണ് കിടക്കണതും. നമ്മളുടെ എല്ലാ AC ഫ്ലോറുകളാണ്. നമ്മളുടെ ഒരു ഫ്ലോർ മുഴുവൻ റൂംസാണ് അടിയിൽ. ഡോക്ടർ സാബിർ സാറിനെ വെൽക്കം ചെയ്യണം. അതേപോലെ തന്നെ TSSR കൗൺസിലിന്റെ ചെയർമാനായ ഷെഫീഖ് സാർ, സാർ വേദഗുരു ഫൗണ്ടേഷന്റെ ഫൗണ്ടർ വിഷ്ണു സാറിനെ ക്ഷണിച്ചു. അതേപോലെ തന്നെ നമ്മുടെ സ്കെൽക്യൂർ കൈറോപ്രാക്ടിക് സെന്ററിന്റെ നമ്മുടെ അക്കാഡമിയുടെ ചെയർമാൻ ഡോക്ടർ സീന മാഡത്തിനെ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, സന്തോഷം. ഏതായാലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ അരുൺ സാറ് പറഞ്ഞതുപോലെ കോൺവെക്കേഷനെ വിളിച്ചപ്പോൾ ഇത് 5 മണിക്ക് തിരിച്ചെടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷനായി. കാരണം അരുൺ ഡോക്ടർ പറയുന്നത് വൈകുന്നേരം തിരിച്ചെടുക്കും, വെള്ളത്തിലായിരിക്കും ഫുള്ള് ഉണ്ടാകുക, വേണമെങ്കിൽ നീന്തി പോയിക്കോളാൻ പറഞ്ഞു.
എന്തായാലും നമ്മുടെ കോൺവെക്കേഷൻ സെറമണിയുടെ പരിപാടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലാഗ് ഉണ്ടാകും. കാരണം അവരുടെ പരിപാടി വന്നിട്ട് അത് കാണിച്ചില്ലെങ്കിൽ മൊത്തമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മോശമല്ലേ, നമുക്ക് അതും കൂടി കാണണ്ടേ. അതുപോലെ ഇങ്ങനൊരു ഐഡിയ ബോട്ടിൽ ചെയ്യാൻ തോന്നിയിനി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ അരുൺ വൈദ്യൻ്റെ തലയിൽ കത്തിയിൽ പ്രത്യേകം അപ്രീസിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അതായത് തേടൈ വെഡ്ഡിങ് ആൻഡ് ഫാഷൻ കമ്പനി എന്നുള്ള നമ്മുടെ ഫോട്ടോഗ്രാഫിക്ക് തന്നെ വർക്ക് തന്നതിന് പ്രത്യേക സന്തോഷമുണ്ട്. അതിൻ്റെ നന്ദിയും കൂടി വീഡിയോയിലൂടെ അറിയിക്കുന്നു. അപ്പോൾ അതേ ബോട്ടിൻ്റെ വലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഈ ഫ്ലോറിൻ്റെ നേരെ താഴത്തെ ഫ്ലോർ മൊത്തം റൂംസാണ്. അതും കാണേണ്ടതാണ്, പക്ഷേ ഞാൻ അവിടെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കാൻ ഞാൻ എന്തായാലും ഈ ഒരു വലിപ്പത്തിൽ തന്നെ താഴത്ത് മൊത്തം റൂംസൊക്കെയാണ്. അടിപൊളിയാണ് ബോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. എന്തായാലും നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ടോ, ബാക്കി വിശേഷങ്ങൾ അതിൻ്റെ പുറകെ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കും, കൃത്യമായിട്ട് വന്ന് അതുപോലെ മറ്റൊരു കാര്യം കൂടി വീഡിയോയിലൂടെ പറയുന്നതാണ്, അരുൺ വൈദ്യൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ സ്കിൽ കെയർ അക്കാദമിയെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ വൈദ്യനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്. ഓക്കെ. അരുൺ സാറ് ട്രഡീഷണൽ ആയുർവേദിക് ആൻഡ് പഞ്ചകർമ്മ പ്രാക്ടീസിങ്ങിൽ ഇത് ഡിപ്ലോമ എടുത്തിരിക്കുന്നു. ആ സർട്ടിഫിക്കറ്റ് സർ ഡോക്ടർ മഹേശ്വരി മാഡം അക്യുപഞ്ചറിൽ PhD എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും നമ്മൾ ഇവിടെ നിന്ന് ആദരിക്കുകയാണ്. ഓക്കെ, സാബി സാറിനെ ഇത് ചെയ്യുന്നു. I will do all in my power to maintain and elevate the standard of my profession and will hold in confidence all personal matters committed to my keeping and all family affairs coming to my knowledge in the practice of my calling. I shall develop an attitude of compassion, benevolence and care for all, patience regardless of their gender, caste and creed. I promise to perform my responsibilities carefully, thoughtfully and to the best of my ability. Above all, I will maintain a peaceful presence and an open heart. Thank you. ശേഷം അവരെ പ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നല്ലൊരു ഊണ് തന്നെ ഉണ്ടായിരുന്നു അവിടെ. പച്ചക്കറി മാത്രമുള്ളതെന്ന് നിങ്ങളിപ്പോൾ ഓർക്കും ഇല്ല. എന്താ പറയുക, ഹൗസ് ബോട്ടിൽ എന്തായാലും യാത്ര പോയ അവിടുത്തെ നമ്മുടെ കേരളീയരെ മെയിൻ വിഭവമായ കരിമീൻ പൊരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ഒപ്പം
ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇതേ തൊട്ടപ്പുറത്തെ ബോട്ട് നിർത്തിയിട്ട് കൊടുത്ത് അവർ ചൂണ്ടിടണമെന്ന് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താണ് കാണിക്കാൻ വേണ്ടി. പിന്നെ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കണത് ശരിയല്ല എന്ന് ഓർത്ത് എടുക്കാനാണ്. കാരണം നമ്മൾ വർക്കിന് പോയിട്ട് അവിടെ ഫുഡ് വ്ളോഗ് ചെയ്യണവരെ വീഡിയോ എടുത്താൽ മോശമല്ലേന്ന് ഓർത്തിട്ടാണ്. എന്തുകൊണ്ടാ അപ്പോൾ നമ്മുടെ ബോട്ട് തിരിച്ച് കായലിലേക്ക് തന്നെ എടുത്തു. ഫുഡ് കഴിഞ്ഞതിന് ശേഷം കായലിൽ അടുപ്പിച്ചിട്ടാണ് ബോട്ടുകൾ കാണുന്നത്. പിന്നെ അതുപോലെ കായലിൽ കിടക്കണ നോക്കി ഒരു കുന്ന് ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കണത്. അവർ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അതാണ് ഞാൻ വിഷ്വലി ഇത്തിരി ലാഗ് ഉണ്ടെങ്കിലും ഓടിച്ച് നിങ്ങളെ കാണിക്കുന്നത്. അതുപോലെ ചെറിയ ബോട്ടുകളിൽ ഇതേ ഐസ്ക്രീം വിൽപ്പനക്കാരൊക്കെ അതിൽ നടക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ KSRTCയിലെ ട്രിപ്പുള്ള ബോട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതേ ഈ പോണത് ഞാനത് ജസ്റ്റ് പോകണുണ്ട്. ഇപ്പോൾ വേഗം എടുത്താണ്. ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല, കറക്റ്റാണോന്നറിയില്ല. കണ്ട ആ പോയത്. അടുത്തത് നമ്മളൊരു ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു നമുക്കൊരു വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം അന്വേഷിച്ചത്. അപ്പോൾ അന്വേഷിച്ച വീഡിയോ ക്ലിപ്പ് എടുക്കാൻ പോകുന്നപ്പോൾ ഈ ചേട്ടൻ്റെ കറക്കമൊക്കെ കണ്ടിട്ട് വീഡിയോ ക്ലിപ്പ് എടുത്ത് തിരിച്ചെത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്തായാലും ജാക്കറ്റൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ കയറാൻ പോണെയാണ്. ബാക്കി വിശേഷങ്ങളായില്ല ഒന്നും പറയാനില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ നേരിട്ട് കണ്ടു നോക്ക്. അതാണ് അതിൻ്റെ രീതി. ചാടിക്കോ. ഫുള്ള് താഴെ പോയാൽ പോലും ഞങ്ങളുടെ ക്ലിപ്പ് ഉണ്ടാവും, പേടിക്കണ്ട. താഴെ പോയാൽ പോലും ഞങ്ങളുടെ ക്ലിപ്പ് ഉണ്ടാവും. വേറെ പണി എല്ലാരും ഉണ്ടല്ലോ അല്ലേ? മറ്റൊരു കാര്യം കൂടി നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞേക്കട്ടെ, അവർക്കൊരു പരിചയം കൂടി ആവട്ടെ. അതായത് ഇനി ഹൗസ് ബോട്ട് അന്വേഷിച്ച് ആലപ്പുഴക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഹൗസ് ബോട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓണറിൻ്റെ പേര് ജിസ്മോൻ എന്ന നമ്പറൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വിളിച്ച് നിങ്ങൾക്ക് എന്ത് തരം ബോട്ട് വേണമെങ്കിലും അതിൽ വിളിച്ച് കഴിഞ്ഞാൽ റെഡിയാക്കി തരുന്നതായിരിക്കും. ഓക്കെ. അത് കൊള്ളാം. എവിടെ അതൊരു മനസ്സിലായില്ല. ആരാണോ പറഞ്ഞത്? ഒന്നും പറയാല്ല. എങ്ങനെയുണ്ട്? ഇതാണ് യഥാർത്ഥ അഡ്വഞ്ചർ അല്ലേ? അയ്യോ ഡ്രൈവർ കാണണമല്ലോ. ക്യാമറ പോലും ഞാൻ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ. അതെ, ഞാൻ ഫസ്റ്റ് ടൈം. ശരിയാ ഫസ്റ്റ് ടൈം. അമ്മമാരോട് സ്നേഹം ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോഴേ അമ്മേ എന്ന് മനസ്സറിഞ്ഞ് വിളിക്കാൻ പറ്റുള്ളൂ.
ചേട്ടാ പേരെന്ന് പറഞ്ഞേ? അപ്പൊ ആരെങ്കിലും ഇനിയിപ്പോ ആലപ്പുഴക്കൊക്കെ ഒന്ന് അല്ലെ സ്പീഡ് ബോട്ടിൽ പോകുമ്പോ സൺലൈറ്റിന്റെ ബോട്ടിൽ കയറിക്കോ ഒന്നും നോക്കാനില്ല. ഒരു കിടിലൻ ഡ്രൈവറാണ്. ഞങ്ങളെ അല്ലെ പേടിപ്പിച്ച്. അതെ വേറെ അടിപൊളി. ഓക്കെ കയറിക്കോ. ഞാൻ ക്യാമറ കൊണ്ട് അങ്ങോട്ട് കൊടുക്കും. നെക്സ്റ്റ് ചെയ്യാൻ ഒന്നും പറയണ്ട. പോയില്ലെങ്കിൽ ഇത് മുള്ളിയതാണോ സാർ നനഞ്ഞിരിക്കുന്നതാണോ എന്താണെന്നുള്ളതൊന്നും നോക്കണം. മൊബൈൽ ഇങ്ങനെ ജസ്റ്റ് ചേട്ടനത് കറക്റ്റ് സാധനം വേണം. ചേട്ടാ ഒന്നും പറയാനട്ടോ, സൂപ്പറായിരുന്നു, അടിപൊളി. അപ്പൊ നമ്മളിപ്പോ ബോട്ടൊക്കെ കണ്ടല്ലോ. ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു കപ്പലിൽ തന്നെ പറയണം കേട്ടോ. അത്രയും വലിപ്പമുണ്ട്. കാരണം മറയേണ്ടത് കാരണം എല്ലാ ബോട്ടിലും കയറി കിടക്കാൻ കളിക്കണതാണ്. അപ്പൊ ഇത് ആ കപ്പലിന്റെ കപ്പിത്താൻ ഇരിക്കണം നമ്മുടെ ജിനു ബ്രോ ആയിരുന്നു. വേറെ പറയണം നമ്മുടെ കാണികളോട്. ഞാനായ പെട്ടുപോയി. ഇങ്ങനെ അടിപൊളി ഉണ്ടായിരുന്നു. ബോട്ടും സൂപ്പർ, ഡീലിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇവരുടെ ബോട്ടിലായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര അല്ലേ? ആ ബ്രോയുടെ പേര് പറഞ്ഞേ ഉണ്ടെന്ന്. ചായ വന്ന് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാണിച്ചാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ ഓട്ടം കഴിഞ്ഞ് വന്നതിന് ശേഷം സ്പീഡ് ബോട്ടിൽ അടുത്ത ടീം കയറിയേക്കണാണ്. നമ്മുടെ ഈ കോൺവെക്കേഷൻ സെറമണിയായിട്ട് ബന്ധപ്പെട്ട് വന്നവർ അടുത്ത ബാച്ച് കയറിയേക്കണാണ് സ്പീഡ് ബോട്ടിൽ. അതിൻ്റെ അംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. വളരെ ഹാപ്പിയായി അത് പോയി വന്നപ്പോഴേ. ഞങ്ങൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയാണ്, പക്ഷേ ട്രിപ്പ് നല്ലോണം എൻജോയ് ചെയ്യുന്നു. അടിപൊളിയാണ്. എങ്ങനെയുണ്ടായി? ഇതിൻ്റെ ഇടയിൽ കൂടി ഇത് എന്താ ചെയ്യണമെന്ന് കാണാൻ വേണ്ടി എങ്ങനെയുണ്ടായി റൈഡ്? എങ്ങനെയുണ്ടായി എല്ലാവരും? അടിപൊളി. അവള് നനഞ്ഞാ? ഈ സായുധ ചേച്ചിയാണ് ഷെഡ് എന്തിനാണ്? വാട്ടർ സ്പോർട്സ് ട്രെയിനിങ് സെന്റർ അല്ലേ? ബോട്ട് വെക്കുന്ന ഷെഡാണ്. ഓ ബോട്ട് കയാക്കിങ്ങിൻ്റെ സാധനം ബോട്ടൊക്കെ വെക്കുന്ന ഷെഡാണ്. അപ്പോൾ അവർ ഇങ്ങോട്ട് വരാൻ അവർ ചെറിയ സ്പീഡ് ബോട്ടിൽ അവർ ഇപ്പുറത്ത് ഇറക്കിയിട്ട് ഇവിടെ ചെയ്തിട്ട് ഇവിടുന്ന് ബോട്ടിൽ കയറി ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പുറം കാണുന്നത് അവരുടെ ഹോസ്റ്റലും കാര്യങ്ങളുമാണ്. അതിൻ്റെ അപ്പുറം ഇപ്പുറത്ത് ഇതല്ലേ? ഓ അപ്പോൾ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇപ്പം നമ്മുടെ ജിനു പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്താണ്. ഓക്കെ ബ്രോ, താങ്ക് യു. അപ്പോൾ നമ്മൾ ആ പുറകെ കിടക്കണ ബോട്ടെന്നല്ല കപ്പലിൽ തന്നെ പറയണമെന്ന് ഞാൻ പറയുന്നത്. കാരണം അത്രയും വലിപ്പമുണ്ട്. അടുത്ത ദിവസം വേറൊരു ബോട്ടിനെ കൂടെ വരുന്നുണ്ട്. അത് ഈ വലിപ്പമുള്ളത് തന്നെ പറഞ്ഞാൽ പുതിയ ഇറക്കണതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ദിവസം വരും. അപ്പോൾ ഈ കപ്പൽ മുതലാളി ആണ് നമ്മുടെ കൂടെ നിൽക്കണ ജിസ്മോൻ അല്ലേ? എന്തെങ്കിലും പറയണം നമ്മുടെ കാണികളോട്? പെട്ടെന്ന് പെട്ടുപോയി പിടിച്ചെടുത്ത് ഇങ്ങനെയാണ് പറയണത്. അങ്ങനെയല്ല, ഞങ്ങൾ ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ചിരുന്നു വീഡിയോയിൽ. അപ്പോൾ മുതലാളി ഇവിടെ വന്നെന്ന് പറയുമ്പോൾ മുതലാളിയോട് കാണിക്കണത്.
അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. അതെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. എന്തിനുണ്ടെങ്കിൽ അതിൽ വിളിച്ച് അല്ലെ ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ആലപ്പുഴയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. അടിപൊളി ബോട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഇങ്ങനൊരു ഹൗസ് ബോട്ടിലൊരു കോൺവെക്കേഷൻ സെറമണി നടത്തണത്. എന്തായാലും അവർ നല്ലൊരു ഐഡിയ ആയിപ്പോയി ഇതിൻ്റെ തലയിൽ വന്നത്. അത് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറയുന്നത്. കാരണം എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റി, നിങ്ങൾക്ക് കാണാൻ പറ്റി. കാരണം ഒരു എന്താ പറയുക, ഞങ്ങൾ ട്രിപ്പ് പോയി വന്നവരായി പോയി, വർക്കിന് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോയി. എന്തായാലും ഇതുപോലുള്ള രസകരമായ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തത്. അതുപോലെ ഇന്ന് PhD എടുത്തതാണ് എല്ലാവർക്കും, ഇന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ എല്ലാവർക്കും നമ്മളുടെ ഈ വീഡിയോയിലൂടെ ഒരു ആശംസകൾ കൂടി അറിയിക്കുന്നു. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫി പേജിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം നിങ്ങൾക്ക് ഇൻസ്റ്റയിലും FBയിലും സെയിം തന്നെയാണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർ നെയിം വെച്ച് സെർച്ച് ചെയ്ത് നമ്മുടെ പേജിലെത്താവുന്നതാണ്. ഫോളോ ചെയ്തിട്ടേക്കുക, റിക്വസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും വെയിറ്റ് ചെയ്യുക. താങ്ക് യു.